ചായക്കടക്കാരൻ ഒറിജിനൽ പാലിനെ ആശ്രയിക്കൂല. എന്തുകൊണ്ട്? നല്ല കട്ടിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് പാൽ ഇവിടെ കിട്ടാനുണ്ട്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പാലിലേക്ക് ജനങ്ങളെ തിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒറിജിനൽ ആ ഘടകം ഉണ്ടാവില്ല. മതം അങ്ങനെ തന്നെയാണ്. ശുദ്ധമായ മതം പറയുമ്പോൾ അതിന് ലാഭങ്ങൾ ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് മതം പറയുമ്പോൾ അതിന് അതിൻ്റെതായ ലാഭങ്ങൾ ഉണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടത് കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ലാഭം കിട്ടലാണ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് മതത്തിന്റെ പിന്നാലെ പോകും. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് മതത്തിൽ കൂടി അതിൻ്റെ ഒരാളായി മാറിയാൽ നിങ്ങൾക്ക് ഗൾഫിൽ പോയാൽ ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, നല്ല ജോലി കിട്ടും, വലിയ ആളായി അങ്ങനെ പൈസയും കൊണ്ട് നടക്കാം. അവിടുത്തെ മുത്തവന്മാരൊക്കെ നിന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കും, അവരെ ഓഫീസ് ജോലി കിട്ടും. നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗം ഇസ്രായേല്യരുടെ കൃത്യമാക്കാൻ വേണ്ടി വന്ന മാർഗമാണ്. ആ മാർഗത്തിൽ മൂസാക്ക് മുമ്പ് അലൈഹിസ്സലാം അതിലാളുകൾ ഉണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട സയ്യിദ്ന യൂസുഫാണ് അലൈഹിസ്സലാം. ജോസഫ് എന്ന് ആംഗലേയ ചരിത്രകാരന്മാർ പറയുന്ന സയ്യിദ്ന യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫിന് അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പും അതിലാളുകൾ ഉണ്ടായിരുന്നു. സയ്യിദ്ന യാക്കൂബ്, ജേക്കബ് എന്ന് പറയുന്ന സയ്യിദ്ന യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാർഗത്തിൽ അതിനു മുമ്പും ആളുകളുണ്ട്. ഐസക് എന്ന് പറയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ ആ മാർഗത്തിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അത് സയ്യിദ്ന ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. അതിനു മുമ്പും ആളുകളുണ്ട്. അവരെല്ലാം ഒരൊറ്റ മാർഗത്തിലേക്ക് കരിയിലകൾ വീണപ്പോൾ ആ കരിയിലകളെ എടുത്തു മാറ്റി മാർഗത്തിൻ്റെ ശരിയായത് അങ്ങനെയാണല്ലോ. നമ്മൾ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ ചിലപ്പോൾ എന്തു വരും? കരിയിലകൾ വരും ഇടക്കിടക്ക്. അതുകൊണ്ട് ആ നേരം വെളുത്താൽ വഴിയടിക്കും. പഴയ കാലത്തൊക്കെ നല്ല മരങ്ങളും ഇഷ്ടം പോലെ ഇലകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഉമ്മയാണെങ്കിലും വല്യമ്മയാണെങ്കിലും ചിലപ്പോൾ പെങ്ങന്മാരാകും, അമ്മായി ആകും. ഞങ്ങളുടെയൊക്കെ തറവാട്ട് വീടുകളിൽ മുറ്റവും അടിക്കും, വഴിയും അടിക്കും. മുറ്റമടിക്കുന്നത് സ്വാഭാവികമായും മുറ്റമടിക്കും. അതേസമയത്ത് വഴിയടിക്കുന്നത് എന്തിനാണ്? വഴിയിൽ കരിയിലകൾ വരും. ആ കരിയിലകൾ വന്ന് കൂടിയാൽ പിന്നെ വഴിയേത് വളപ്പേത് എന്നറിയാത്തൊരവസ്ഥ വരും. അപ്പം അതിനെ ഒന്ന് അടിച്ചു വൃത്തിയാക്കും. ഒരു ദിവസം മുറ്റമടിച്ചു, അന്ന് വഴി അടിച്ചിട്ടില്ലെങ്കിൽ രണ്ടാം ദിവസമെങ്കിലും അടിക്കും. ആഴ്ചയിൽ 1-2 തവണയെങ്കിലും വഴി അടിക്കും. അതിലൊക്കെ എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാകും. വഴി അടിക്കും. എന്തുകൊണ്ട്? കരിയിലകൾ വരും. അപ്പൊ എന്നതുപോലെ കരിയിലകൾ ഇങ്ങനെ അത് കാലത്തിൻ്റെ കരിയിലകൾ, കാലം കരിയിലകൾ കൊണ്ടുവരും. അത് സ്വാഭാവികമായി വരുന്ന കരിയിലകളാണ്. സ്വാഭാവികമായും അതിൽ നിന്ന് കരിയിലകൾ വരും. ചിലപ്പോൾ ടെസ്റ്റുകൾ വരും. ഇങ്ങനെ ടെസ്റ്റുകൾ വരും. വാതിലും പൂട്ടിപ്പോയ ഒരാൾ ഒരാഴ്ച കഴിഞ്ഞ് വീട് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഇങ്ങനത്തെ ഡസ്റ്റുകൾ വന്ന് മൂടിയതിനെക്കുറിച്ച് വിജയൻ്റെ ഖസാക്കിൽ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനത് വളരെ 20-25 കൊല്ലം മുമ്പ് വായിച്ചതാണ്. പക്ഷെ അതിൽ വളരെ മനോഹരമായി കാലത്തിൻ്റെ പോക്ക് വരവിനെ വിജയൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പുസ്തകമാണത്. അത് രവി എന്ന കഥാപാത്രം വാതിലടച്ചു പോവുക. പിന്നെ അയാൾ ആത്മകഥം ചെയ്യുക. തിരിച്ചു വരുമ്പോൾ എല്ലാത്തിനും പൊടിയുണ്ട്. അതെന്താ? പിന്നെ ഒരാളിവിടെ ആരാ വന്നത്? വാതിലിൻ്റെ ചാവി എൻ്റെ കയ്യിലാണ്. പിന്നെ എങ്ങനെ ഇതിൽ ആളുകൾ കയറി? പിന്നെ അദ്ദേഹം യാഥാർത്ഥ്യത്തിലെത്തിച്ച് കാലം പൊടികളെ കൊണ്ടുവരും എന്ന് പറയാം. സത്യത്തിൽ കാലത്തിൽ അങ്ങനെ പൊടികൾ നിറയാണ്. അതായത് കാറ്റ് സ്വാഭാവികമായും ഹവ വരുന്നിടത്ത് മുഴുവനും പൊടികൾ വരും. നമ്മൾ വീട്ടിൽ വാതിലടച്ചു പോയി ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് തുറന്നാൽ ഒന്ന് ശരിക്കും തട്ടിയടിച്ച് കൊട്ടേണ്ടി വരും. അതായത് വാതിലിൻ്റെ ചാവി നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്, പക്ഷേ കാലം വീട്ടിനുള്ളിൽ കയറും. വായു സഞ്ചാരമുള്ള ഒക്കെ കാലമുണ്ട്. വായു സഞ്ചാരം ഇല്ലെങ്കിലും കാലമുണ്ട്. അവർ അതിമനോഹരമായി കഥാകൃത്തത അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നാൽ സ്വാഭാവികമായും
കാലം എല്ലാത്തിൻ്റെ മേലും ഒരു ഡസ്റ്റ് കൊണ്ടുപോയിടും. ഒരു കാലമുണ്ടെങ്കിൽ ഒരു ഡസ്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു പൊടി ഇങ്ങനെ കൊണ്ടുപോയിടും. ആ ഡസ്റ്റിനെ അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു കടമയാണ്. ഈ ഡസ്റ്റുകളെ അടിക്കാനും കരിയിലകൾ അടിക്കാനും വഴികളിൽ നിന്ന് ഇത്തരം ഡസ്റ്റുകൾ ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയാണ് കാലാന്തരത്തിൽ നബിമാർ വന്നത്. അതാണ് ഫയാ റബ്ബി ഫസ്ലുക് ബി സിറാത്ത മുഹമ്മദ്. വളരെ ചിന്തിക്കണം. അതിൽ അവസാനമായി വന്ന റസൂലാണ് മുഹമ്മദ്. ഇനി ലോകാവസാനം വരെ അതിൽ ഒരാൾക്ക് അങ്ങനത്തെ ഡസ്റ്റ് കൊണ്ടുപോയിടാൻ, അതായത് ഒരിക്കലും മാറ്റപ്പെടാത്ത വിധത്തിൽ ഡസ്റ്റ് കൊണ്ടുപോയിടാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? ഈ ലോകത്ത് ഏത് നബിമാരെക്കാളും ഒരു പ്രത്യേകത ഈ ഉമ്മത്തിനുണ്ട്. അതെന്താണ്? അത് സത്യസന്ധരായ ഉലമാക്കളാണ്. അവർ ലോകാവസാനം വരെ ഈ ഡസ്റ്റിനെ നീക്കിക്കൊണ്ടേ നിലനിൽക്കും. മനസ്സിലോണ്ട് പറഞ്ഞത്, ചിന്തിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തിൽ പിന്നീട് ചില ആളുകൾ ചില ഡസ്റ്റുകൾ കൊണ്ടുപോയിട്ടപ്പോൾ ആ ഡസ്റ്റിനെ വൃത്തിയാക്കാനാണ് ആര് വന്നത്? സയ്യിദുനാ മൂസ. അതിനിടയിലും ആളുകൾ വന്നു. ആ പൊടിയൊക്കെ ഒന്ന് തട്ടാനാണ് മൂസാ നബി വന്നത്. പിന്നീട് പലരും വന്നു. പിന്നെ വലിയ പൊടി തട്ടിയും കൊണ്ടാണ് സയ്യിദുനാ ദാവൂദ് വന്നത് അലൈഹിസ്സലാം. പിന്നെ വലിയ പൊടി തട്ടിയും കൊണ്ടാണ് സയ്യിദുനാ ഈസ വന്നത്. ദാവൂദിൻ്റെയും ഈസയുടെയും ഇടയിൽ ഏകദേശം 4000 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. ഇബ്രാഹിമിൻ്റെയും അലൈഹിസ്സലാം മൂസയുടെയും ഇടയിൽ ഏകദേശം 500 കൊല്ലത്തെ വ്യത്യാസവുമുണ്ട്. അപ്പോൾ വലിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് ഒരു 500 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും വലിയ പൊടിതട്ടിയും കൊണ്ട് ആര് വന്നു? സയ്യിദുനാ മൂസ. അതാണ് സുഹൂഫി ഇബ്രാഹിമ വ മൂസ. മൂസാ നബി ഇബ്രാഹിം നബി കൊണ്ടുവന്ന മാർഗത്തിൽ പൊടി തട്ടിയും കൊണ്ട് പിന്നെ ആര് വന്നു? മൂസാ നബി വന്നു. പിന്നെ അവിടെ പൊടി തട്ടിയും കൊണ്ട് ദാവൂദ് വന്നു. ഇടയിലൊക്കെ ആളുകളുണ്ട്, വലിയ വലിയ കൊമ്പന്മാരാണ് ഞാനീ പറയുന്നത്. പിന്നെ വലിയ പൊടി തട്ടിയും കൊണ്ട് ഒരുപാട് ആളുകൾ വന്നു. അതിനിടയിൽ വലിയ പൊടി തട്ടിയും കൊണ്ട് സയ്യിദുനാ ഈസ വന്നു അലൈഹിസ്സലാം. വളരെ ചിന്തിക്കണം. ഒരു സമൂഹം നന്മയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവിടെ പൊടി തട്ടി, അത് അള്ളാഹുവിൻ്റെ ഒരു ധർമ്മമാണ്. അത് അള്ളാഹു നിർവഹിക്കും. അങ്ങനെ ഇന്ത്യയിലുണ്ടാകും, ലോകത്ത് എവിടെയും ഉണ്ടാവും. എവിടെയെല്ലാം സിവിലൈസേഷൻ ഉണ്ടോ അവിടെയെല്ലാം പൊടി തട്ടിയും കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ വരുന്നതിന് മുമ്പ് എന്തായിട്ടും നബിമാർ വന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ ഒരു പൊടി തട്ടിയും കൊണ്ടാണ് മുഹമ്മദ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ ഉത്തരവാദിത്വം ലോകാവസാനം വരെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹക്കിനെ വെളിച്ചപ്പെടുത്തുന്ന ആളുകൾ അന്ത്യനാൾ വരെയും ഇവിടെ ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനയാകുന്ന ഖിയാമത്ത് നാൾ വരുന്നത് വരെയും സത്യത്തിനെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വെളിച്ചപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്ന ആളുകൾ വരും. അതാരാ? ഉലമാ. അവർ ദുഷിച്ചവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് നല്ലവരുണ്ടാവും. അത് ചെറിയ ഒരു സംഘമാണെങ്കിലും ഉണ്ടാവും. അവർ ലോകത്തെ വസായിലുകളെല്ലാം ഉപയോഗപ്പെടുത്തും, മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തും. ഇപ്പൊ തിന്മയെ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നന്മയെ പ്രചരിപ്പിക്കാനും മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നന്മയും തിന്മയെയും തിരിച്ചറിയാൻ ജനങ്ങൾക്ക് വിശേഷ ബുദ്ധിയുമുണ്ട്. അപ്പോൾ അള്ളാഹു അവന്റെ ധർമ്മം കൃത്യമായി പാലിക്കുന്നുണ്ട്. അതായത് അമ്പിയാക്കൾ അവസാനിച്ചു എന്നതുകൊണ്ട് മനുഷ്യർക്ക് നന്മ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ലോകാവസാനം വരെ സത്യസന്ധരായ പണ്ഡിതന്മാർ വരും. ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ. അവരിൽ മോശപ്പെട്ടവരില്ലേ? മോശപ്പെട്ടവരുണ്ടാവും. ഏതൊരു നല്ലതിനും മോശപ്പെട്ടത് പകരമായി വരും. ഏത് നല്ലതിനും വരും. പക്ഷെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യന് റബ്ബ് കൊടുക്കും. പേടിക്കണ്ട, നമ്മളെ വഴി അറിയുന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഏത് കാലത്തും ഇതൊക്കെ നടക്കും. ഇനി ഒരു റസൂൽ വരേണ്ട ആവശ്യമില്ല. പിന്നെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ഇല്ല.
നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ബാബിലോണിയക്കാർക്ക് നേരത്തെ നൂഹ് വന്നു അലൈഹിസ്സലാം. നൂഹ് വന്നതിന് ശേഷം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ, അതായത് ആദമിക് മാർഗം, ആദമിക് മാർഗത്തെ അത് ക്ലിയറായി തന്നെ വന്നു. ജനങ്ങൾ വ്യതിചലിച്ചപ്പോഴത്തിന് നൂഹ് വന്നു അലൈഹിസ്സലാം. അതായത് ആ ജനത ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ മാർഗത്തിൽ കലിയരകൾ വീണപ്പോഴത്തിന് അവിടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് വന്നു അലൈഹിസ്സലാം. നൂഹ് വെളിച്ചം കാണിച്ചു. അത് മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലാക്കാം. പിന്നെ ചില കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കൂല. എന്തുകൊണ്ട്? നമുക്കതിൽ താല്പര്യം ഉണ്ടാവും. ഉദാഹരണം പറയാം. ഒരാൾ പശുവിനെ കറന്ന് പാലും കൊണ്ട് പോകുന്നു, ഒരാൾ പാക്കറ്റ് പാല് വിൽക്കാനും പോകുന്നു. ഒരാൾ പശുവിനെ കറന്ന് ആ പാല് വിൽക്കാൻ വേണ്ടി പോവാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു? പറയും മനുഷ്യന്മാരെ, പാക്കറ്റ് പാല് വിൽക്കാനും പോകുന്നു. അപ്പോൾ ഒറിജിനൽ പാലുകാരൻ ആ പാലിൻ്റെ മൊന്തയും തൂക്കി പോകുന്ന സമയത്ത് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. ഇയാൾ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അയാൾ എപ്പോഴെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ മതി. ജനങ്ങൾക്കത് കാണുമ്പോഴത്തിന് മനസ്സിലാകും. എന്ത് പറകുട്ടി, ഈ മൊന്തയും ഇയാൾ രാവിലെ പോക്കും കണ്ടുമ്പോൾ തന്നെ ജനങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇത് പശുവിൻ്റെയോ എരുമയുടെയോ പാലാണ്, ഒറിജിനൽ പാലാണ്, ഇപ്പൊ രാവിലെ കറന്നെടുത്താണ് എന്നൊക്കെ മനസ്സിലാവും. അതേസമയത്ത് പാക്കറ്റ് പാല് വിൽക്കാൻ പോകുന്ന ആള് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താ ആള് പറയാ? ഇത് സൗകര്യമാണ്, ഇതിന് ഒരു പ്രശ്നമില്ല, അത് കൊണ്ടു ചെന്നാൽ ഉടനെ ഞങ്ങൾ ചൂടാക്കണം. പിന്നെ ഇത് ആ മൊന്ത കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് പാത്രത്തിൽ തന്നെ നിന്നോളുന്നില്ല, ഒന്നായിട്ട് പോയാൽ നിങ്ങളെ പാല് നഷ്ടപ്പെടും. ഇതങ്ങനെയല്ല, ഇത് ചെറിയ പാക്കറ്റാണ്. ആ പാക്കറ്റിൻ്റെ അഗ്രഭാഗത്ത് മാത്രം നിങ്ങൾ നഖം കൊണ്ടൊന്നിങ്ങനെ മുറിപ്പാക്കിയിട്ട് ഒന്നിങ്ങനെ ചിരിച്ചാൽ നിങ്ങളെ ക്ലാസ്സിലേക്ക് കൃത്യമായി വരും. ഇതുപോലെ സൗകര്യമുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആര് പറയും? പാക്കറ്റ് പാല് പറയും. പാക്കറ്റ് പാലുകാരൻ അതിനെ ഇത് സൗകര്യമാണ്, ഇത് നാളെയല്ല മറ്റന്നാളല്ല, നിങ്ങൾ എന്ത് ഇതിനൊരു കുഴപ്പം വരില്ല, ഇത് നാളെ ഉച്ച മതി, ഇന്ന് 4 മണിയാകുമ്പോഴത്തേന് ഇത് പിരിഞ്ഞ് നാശം. ഇതാണ് എന്ത് സൗകര്യം. അപ്പൊ ഈ സൗകര്യത്തിന്റെ മാറ്റങ്ങൾ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ആര്? എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട പാക്കറ്റ് പാലേ അല്ല. പാക്കറ്റ് പാല് എന്ന മഹാൻ പാല് തന്നെ അല്ല. അതുകൊണ്ട് പ്രേരണ നിർബന്ധമാണ്. മറ്റേ ആൾ മിണ്ടൂല. ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളൊന്ന് ചിരിക്കും. എന്താ അയാൾ ചിരിയുടെ അർത്ഥം? എടാ മന്ദ, നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ നിങ്ങൾ ചിന്തിക്കുക. ഈ പ്രേരിപ്പിക്കുമ്പോൾ ചില ആളുകൾ ഈ പക്ഷത്ത് കൂടും. എന്തുകൊണ്ട്? ഈ പാല് വിൽപ്പനക്കാരൻ്റെ മകനായിരിക്കും, ഈ പാക്കറ്റ് പാൽ വിൽപ്പനക്കാരൻ്റെ മകനോ അളിയനോ ഒക്കെ ആണെങ്കിൽ ഇവർ ഇതിൻ്റെ ഒപ്പം കൂടി നിൽക്കും. എന്തുകൊണ്ട്? അവർക്കതിൽ പങ്കുണ്ട്. അതിലവർക്ക് ബാപ്പാക്ക് ആ പാക്കറ്റ് പാല് വിറ്റാലേ അതിൻ്റെ ലാഭത്തിൽ ഇവൻ പങ്കാളിയാണ്, മറ്റൊരു അളിയനാണ്, എൻ്റെ പെങ്ങൾ, അതുകൊണ്ടാണ് ചെലവ് കഴിഞ്ഞു പോണത്. അപ്പൊ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അതിൻ്റെ പക്ഷത്തുണ്ടാവും. ഒരു കാലഘട്ടം വരുമ്പോൾ നിക്ഷിപ്ത താല്പര്യക്കാർ അധികരിക്കും. അപ്പോൾ ഒറിജിനലിന് ആള് കുറയും, എന്നാലും ഒറിജിനൽ ഇവിടെ ഉണ്ടാവും ലോകാവസാനം വരെ. ഒറിജിനൽ പാല് ആവശ്യമുള്ളവർക്ക് ലോകാവസാനം വരെ പാല് കൊടുക്കുക എന്ന ദൈവികമായ ഒരു ധർമ്മം ഇവിടെ നിർവഹിച്ചു. അകിട്ടില് പാലുണ്ടാവും പശുക്കൾക്ക്. അത് പടച്ചോന്റെ അനുഗ്രഹമാണ്. ഇനി അതിനെ കണ്ടെത്തുക എന്നത് നീ ചെയ്യേണ്ട നിന്റെ ബാധ്യതയാണ്. മനസ്സിലായാലും പറഞ്ഞിട്ട് ഏത് കാര്യത്തിൽ ഞാനിപ്പോൾ അതിരാവിലെ ആയതുകൊണ്ടാണ് പാലിന് ഒരു ഉദാഹരണം പറഞ്ഞത്. എന്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ചില പാലുകളുണ്ട്, ഇപ്പം നമ്മൾ പശുവിൻ്റെ അകത്തുനിന്ന് കറന്നെടുക്കുന്ന പാല് കറന്നെടുത്ത ഉടനെ തന്നെ ഉണ്ടോ നമ്മൾ ഇത് കാച്ചും, ഇല്ലെങ്കിൽ പെട്ടെന്ന് നാശം, അല്ലെങ്കിൽ അങ്ങനത്തെ വെള്ളം ഒഴിച്ച് കാച്ചെടുത്തു. അതേസമയത്ത്
6 മാസം ഒരു കേടും വരാത്ത പാല്, പാക്കറ്റ് പാലുണ്ട്, ഡബ്ബയിൽ വരുന്ന പാലുകൾ കണ്ടിട്ടുണ്ടോ? കട്ടിപ്പാലുകൾ, ഒരു തുള്ളി വെച്ചാൽ തന്നെ ഒരു ചായക്ക് മതിയാവും. ഒരു ചായപ്പൊടിക്കാരനോട് ഈ അടുത്ത ദിവസം ഞാൻ ചോദിച്ചു, പശുവിൻ്റെ പാലാണോ അല്ല പാക്കറ്റ് പാലാണോ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഇവിടെ അടുത്തൊന്നും പശു ഇല്ലേ? നിങ്ങൾക്ക് പശുവിൻ്റെ പാലിനെ വരുത്തിയിട്ട് ചായ ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ അയാൾ പറയാം, പുസ്തകത്തിൽ മൊത്തലാവൂല. എന്തുകൊണ്ട്? കട്ടില്ല. പശുവിൻ്റെ പാലിന് നാച്ചുറലുള്ളൊരു കട്ടി ഉണ്ടാവുള്ളൂ. അല്ലാതെ പണ്ടത്തെ പാലുകൾക്ക് നല്ല കട്ടി, ഇപ്പം പട്ടി കുറഞ്ഞതല്ല. പാലിന് പൊതുവെ ഒരു കട്ടിയുണ്ട്, അത് പാലല്ല, അത് യൂറിയ കുറുക്കിയതാണ്. അപ്പോൾ അതിന് കട്ടി ഉണ്ടാവും. മനസ്സിലായില്ലേ പറഞ്ഞത്? നല്ല പശ ഉണ്ടാവും. അത് ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ തന്നെ ഒരു ചായ, കട്ടിയുള്ള ചായയാവും. അതുകൊണ്ട് ഇന്ന് ചായക്കടക്കാരൻ ഒറിജിനൽ പാലിനെ ആശ്രയിക്കൂല. എന്തുകൊണ്ട്? നല്ല കട്ടിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് പാൽ ഇവിടെ കിട്ടാനുണ്ട്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പാലിലേക്ക് ജനങ്ങളെ തിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒറിജിനൽ ആ ഘടകം ഉണ്ടാവില്ല. മതം അങ്ങനെ തന്നെയാണ്. ശുദ്ധമായ മതം പറയുമ്പോൾ അതിന് ലാഭങ്ങൾ ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് മതം പറയുമ്പോൾ അതിന് അതിൻ്റെതായ ലാഭങ്ങൾ ഉണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടത് കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ലാഭം കിട്ടലാണ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് മതത്തിന്റെ പിന്നാലെ പോകും. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് മതത്തിൽ കൂടി അതിൻ്റെ ഒരാളായി മാറിയാൽ നിങ്ങൾക്ക് ഗൾഫിൽ പോയാൽ ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, നല്ല ജോലി കിട്ടും, വലിയ ആളായി അങ്ങനെ പൈസയും കൊണ്ട് നടക്കാം. അവിടുത്തെ മുത്തവന്മാരൊക്കെ നിന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കും, അവരെ ഓഫീസിൽ ജോലി കിട്ടും. ഇനി ജോലി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എക്സ്ട്രാ നിനക്ക് പിന്നെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള പണിയും അവരുണ്ടാക്കി തരും. നിങ്ങൾക്ക് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ ഏതെങ്കിലും മുത്തവയുടെ ഓഫീസിൽ ഏതെങ്കിലും വർക്കിന് നിങ്ങൾ കൂടിയാൽ മതി. അപ്പം നിങ്ങൾ ആരാണ്? ഡ്യൂപ്ലിക്കേറ്റ് മതത്തിൻ്റെ ആളുകളായി വന്നാൽ നിങ്ങൾക്ക് വലിയ പൈസ കിട്ടും. അതേസമയത്ത് ഒറിജിനൽ മതത്തിൻ്റെ ആളാണ് നിങ്ങൾ അവിടെ ഇറങ്ങിയതേ കാണുള്ളൂ, പിന്നെ നിങ്ങളെ കാണൂല, പിന്നെ നിങ്ങളെ പിടിച്ചോണ്ടു. അതാണ് വിഷയം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് മതത്തിന് അതിൻ്റെതായ ലാഭമുണ്ട്, ഒറിജിനൽ മതത്തിന് അതിൻ്റെതായ നഷ്ടമുണ്ട്. ഒറിജിനൽ മതത്തിന് എപ്പോഴും നഷ്ടം ഉണ്ടാവും, ഭൗതിക നഷ്ടം ഉണ്ടാവും. ഒരു നാട് മുഴുവനും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനെയാണ് പിന്നെ ആ നാട് മുഴുവനും തള്ളി കളഞ്ഞത്. ആ നാട്ടിലെ ഏതൊരു പെണ്ണും കൊതിച്ചിരുന്നു ആ മനുഷ്യൻ ഭർത്താവായി കിട്ടിയെങ്കിൽ. ആ നാട്ടിലെ ഏത് തറവാട്ടുകാരനും ആഗ്രഹിച്ചിരുന്നു ആ മനുഷ്യന് നമ്മളെ പെണ്ണിനും പുതിയാപ്പിളയായി കിട്ടിയിരുന്നെങ്കിൽ. ആ നാട്ടിലെ കച്ചവടക്കാർ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ കച്ചവടം ഇയാൾ നിയന്ത്രിച്ചിരുന്നെങ്കിൽ. അതേ മനുഷ്യൻ സത്യമതത്തിന്റെ ആളായി വന്നപ്പോൾ ആർക്കും വേണ്ടതായി. പെണ്ണിന് വേണ്ട, അമ്മോശാക്കാക്ക് വേണ്ട, ആർക്കും വേണ്ടതായി. എളാപ്പാക്ക് വേണ്ട, മൂത്താപ്പാക്ക് വേണ്ട, ആർക്കും വേണ്ട. എന്തുകൊണ്ട്? സത്യത്തിന് എപ്പോഴും നഷ്ടം ഉണ്ടാവും. അത് സ്വഭാവം. സത്യത്തിന് അതിൻ്റെതായ നഷ്ടം ഉണ്ടാവും, കളവിന് അതിൻ്റെതായ. കളവ് പറഞ്ഞതിന് ലാഭത്തിന് വേണ്ടിയല്ലേ? ലോകത്ത് ഇന്ന് വരെ പറഞ്ഞ മുഴുവനും കളവ് ലാഭത്തിന് വേണ്ടിയാണ്. ലോകത്ത് ഇന്ന് വരെ പറഞ്ഞ മുഴുവനും സത്യം നഷ്ടത്തിന് വേണ്ടിയാണ്. നിങ്ങളെൻ്റെ കൂടെ അല്ലേ? ലോകത്ത് ഇതുവരെ പറഞ്ഞ മുഴുവനും കളവ് ലാഭത്തിന് വേണ്ടി. ഏത് കളവും ലാഭത്തിനായിരിക്കും, ഏത് സത്യം നഷ്ടത്തിനായിരിക്കും. വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഉമ്മ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്, അവരുമായി കൊഞ്ചിക്കൊഴയുന്നുണ്ട് എന്നുള്ളത് വീട്ടിലെ മോൾക്കറിയാം. കാര്യം പിടിക്കപ്പെട്ടപ്പോൾ കാര്യങ്ങളിൽ ഒരു സന്ദേഹമുണ്ടായി, എന്തോ അവിടെ നടക്കുന്നുണ്ടോ. അപ്പോൾ മകളോട് വന്ന് ചോദിച്ചു. അപ്പോൾ മകൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല വാപ്പ, അതൊക്കെ വാപ്പാൻ്റെ വെറുതെ തോന്നലാണ്. എന്തുകൊണ്ടാണ് മകൾ അങ്ങനെ പറഞ്ഞത്? വാപ്പയും ഉമ്മയും വിട്ടുപിരിഞ്ഞാൽ എനിക്ക് നഷ്ടമുണ്ടാവും. അപ്പൊ മകൾ കളവ് പറഞ്ഞു. എന്തിന്? ലാഭത്തിന് വേണ്ടി.
ഇപ്പം വന്ന് ചോദിച്ചു, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഉമ്മ ആർക്കും ഫോൺ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഇയാണല്ലോ ഇവിടെ ഉമ്മാൻ്റെ ഒപ്പം സദാസമയം ഉള്ളത്, നേരി പറയാം. അപ്പോൾ പറഞ്ഞു, ശരിയാണ് വാപ്പ, ഞങ്ങളോട് എന്താ പറയണം, എങ്ങനെ എൻ്റെ ഉപ്പാനോട് ഇത് പറയുമെന്ന് വിചാരിച്ച് ബേജാറായി നിൽക്കിയിരുന്നു. ഓളെന്തിനാണ് പറഞ്ഞത്? ഓളെന്തിനാണെന്ന് പറഞ്ഞത്? നഷ്ടത്തിന് വേണ്ടി. നേരിന്റെ കൂടെ എന്നാൽ എന്തുണ്ടാവും? കുലിൽ ഹഖ വഇൻകാന മുറൻ, നീ നേര് പറയണം, കയ്പാണെങ്കിലും. കുലിൽ ഹഖ വഇൻകാന ഹൽവൻ, നേര് പറയണം ഹൽവയാണെങ്കിൽ പോലും. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നേര് പറയുമ്പോൾ എന്തുണ്ടാവും? എവിടെ നിങ്ങളൊക്കെ വരുന്നത്? ലോകത്തെ എല്ലാ നേരിനും നഷ്ടം ഉണ്ടാവും, ലോകത്തെ എല്ലാ കളവിനും ലാഭം ഉണ്ടാവും. കളവ് പറഞ്ഞത് ലാഭത്തിന് വേണ്ടിയാണ്, നേര് പറഞ്ഞ നഷ്ടത്തിന് വേണ്ടിയാണ്. ഇനി സത്യമതത്തിലേക്ക് തിരിച്ചു വാ. യാ റബ്ബി ഫസ്ലുക് ബി സിറാത്ത മുഹമ്മദീൻ, ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത് എന്നെ നീ മുഹമ്മദീയ മാർഗത്തിലാക്കണം. എന്താ അർത്ഥം? ഈ നഷ്ടം സഹിക്കാൻ എന്നെ പ്രാപ്തനാക്കണം. ദീൻ എന്തുണ്ട്? ദീനാണെങ്കിൽ നഷ്ടം ഉണ്ടാവും. നമുക്ക് തോന്നുകയാണെങ്കിൽ എനിക്കും എൻ്റെ കുട്ടിയൊക്കെ ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണമെങ്കിൽ നിനക്ക് ദീനില്ല എന്നതിൻ്റെ അർത്ഥം. ദീനുണ്ടോ നഷ്ടമുണ്ടോ? അത് സത്യമാണ്. ഹോട്ടലിൻ്റെ ഉടമക്കാരനാവും. ഉദാഹരണം പറയാം, ചിന്തിക്കാൻ വേണ്ടി പറയാം. സുബഹി നിസ്കരിച്ചാൽ ഓട മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് അവർക്ക് കോയിൻ അർപ്പിട്ട് കൊടുത്തു. അവിടെ ഓം പോയി നിൽക്കും, എന്നിട്ട് കോയിൻ അർപ്പിക്കും. മനസ്സിലായില്ലേ? വല്ല ലേശം നേരം കിടന്നുറങ്ങാൻ നേരം കിട്ടണതാണ് അതിരാവിലെ. അത് ഒഴിവാക്കി പോകുക. എന്തിന്? ഹലാലായ ഭക്ഷണം എൻ്റെ ഹോട്ടലിൽ വരുന്നവർക്ക് കൊടുക്കണം എന്നത് ദീനാണ്. ഈ ദീനിന് വേണ്ടി അവൻ എന്ത് ചെയ്യണം? നഷ്ടം നയിക്കണം. ഒരു ഉദാഹരണം, അറവ് നടത്തുന്നിടത്ത് നേരത്തെ അതിരാവിലെ നീ എത്തിച്ചേരണം. അതിരാവിലെ എത്തും. എന്തിന്? ഇല്ലെങ്കിൽ നാട്ടുകാർ ഇറച്ചുകൊണ്ടതിൻ്റെ ബാക്കി തെരവ് കിട്ടും. ജനങ്ങൾക്ക് പ്ലേറ്റിന് 150 റുപ്യ വാങ്ങാം, എന്ത് കബാബ് കൊടുത്താലും വേണ്ടില്ല എന്ന് വിചാരിച്ചാൽ ഓനെ പോകേണ്ട ആവശ്യമില്ല. ഓൻ നേരെ കിടന്നുറങ്ങാം. അപ്പം കിടന്നുറങ്ങൽ, അതും രാത്രി 12-1 മണി വന്ന് പൂട്ടിയിട്ട് അവസാനത്ത് പൂട്ടി പിന്നെ എന്താ പറയുക, ഗ്രില്ലൊക്കെ പിടിച്ച് 4 വട്ടം വലിച്ച് ഇതൊക്കെ കള്ളം ഇതൊന്നും തുറക്കൂലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മുമ്പേ റൂമിൽ പോയത്. എന്നിട്ട് ഈശ നിസ്കരിച്ചിട്ടില്ല. അതിൻ്റെ ശേഷം പിന്നെ ഈശയും അതിൻ്റെ ഇത് നിസ്കരിച്ച് പിന്നെ ഒന്ന് മയങ്ങി, പിന്നെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെയും കിടന്ന് പിന്നെ സുബൈൻ്റെ വാങ്ങ് കൊടുത്ത്. അപ്പോൾ ശരിക്കും 2-3 മണിക്കൂറുള്ള ഉറക്കം രാത്രി കിട്ടിയില്ല. ഇനി അവൻ്റെ ഉറക്കം ശരിക്കും എപ്പോഴാണ് വേണ്ടത്? ഉദയം കഴിഞ്ഞാൽ പിന്നെ ലേശം നേരം ഉറങ്ങാം. ആ നേരത്തെ എന്ത് ചെയ്യണത്? പറയേ കോഴിപ്പീടിയേക്കും ഇറച്ചിപ്പീടിയേക്കും പറയണത്. അത് കഴിഞ്ഞിട്ടില്ല. കോഴിപ്പീടി ഇറച്ചിപ്പീടി ക്ലിയറാക്കി അത് കാറിൻ്റെ ഡിക്കിയിൽ വന്നതിന് ശേഷം പിന്നെ അവൻ പോകണത് എവിടെക്കാണെന്നറിയോ? പച്ചക്കറി പീടിയേക്കാണ്. രാവിലെ ലോഡ് വരും. ലോഡ് വന്നാൽ ഒറിജിനൽ സാധനം എടുക്കണം, ഇല്ലെങ്കിൽ ഇന്നലത്തെ തെരുവ് തരും. ബാംഗ്ലൂരിൽ നിന്ന് സാധനം വന്ന് ഗുണ്ടിൽപേട്ടെന്ന് സാധനം വന്നിട്ട് ഇറക്കിയത് അങ്ങനെ തന്നെ. തക്കാളി ഇപ്പം തന്നെ എടുത്തുക്കും. പുതിയ തക്കാളി ഇന്ന് രാവിലെ ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്ന് ഗുണ്ടിൽപേട്ടയിൽ വെച്ച അതേ തക്കാളി 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എടുത്തിച്ചു. എല്ലാം ഇലകൾ മുഴുവനും ഇലകൾ. മറ്റേ ഇവിടെ ഫോൺ ചെയ്താൽ മതി. എന്ത്? 4 കിലോ തക്കാളി, 5 കിലോ കിഴങ്ങ്, പിന്നെ 100 റുപ്യക്ക് പിന്നെ കരുവേപ്പില, ഇങ്ങനെ പറഞ്ഞാൽ അതിങ്ങനെ കൊടുത്തേക്കും. അതൊക്കെ കൊടുത്തേക്കണം. എന്താവും? എന്താകും? തെരവാവും, വാടിയ സാധനമാവും. എൻ്റെ വീട്ടിൽ എൻ്റെ ഹോട്ടലിൽ കയറി വന്ന് ഒരു ചോറ് തിന്ന് 100 റുപ്യ തന്നു പോകുന്ന ഒരു മനുഷ്യനെ അള്ളാന്റെ കോടതിയിൽ നിന്നെ പിടികൂടരുത് എന്ന ചിന്തവനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പറയടോ, ഞാൻ ഉദാഹരണം പറയാം. പറയേ, അത് ദീനാണല്ലോ. അപ്പൊ എന്ത് വേണം? നഷ്ടം വേണം. നഷ്ടമില്ലാതെ ദീനുണ്ടാവില്ല. നഷ്ടമില്ലാതെ ദീനുണ്ടാവില്ല. നിങ്ങളൊരു കാര്യം പറയും. ഇപ്പൊ പഞ്ചായത്ത് ഓഫീസിൽ എനിക്കുള്ള പണി, ഓഫീസ് തുറക്കുമ്പോഴത്തേന് അവിടെ എത്തണം. ഇല്ലെങ്കിലോ വേറൊരുത്തൻ വന്നിട്ട് ഏതോ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ഒപ്പിടാത്തത് ഒപ്പിട്ട് ഫയൽ ക്ലിയർ ആക്കിയിട്ട് ബാക്ക് കൂടി കൊടുത്തേക്കണത് കാണാതെ പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇജി പായുന്നത്. മനസ്സിലായില്ല? ഏറ്റവും കൂടുതൽ കൈക്കൂലി നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് പഞ്ചായത്ത് ഓഫീസ്, ഒന്നാണ് വില്ലേജ് ഓഫീസ്. ആണോ? അല്ലേ? പറയും മനുഷ്യന്മാർ.
അപ്പൊ ഈ പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഞാൻ അതിരാവിലെ ഓടും. എന്തുകൊണ്ട്? സർക്കാർ എനിക്കൊരു ശമ്പളം തരുന്നുണ്ട്, അത് എനിക്ക് ഹലാലാകണം. എൻ്റെ ഓഫീസിൽ ഒരു കൈക്കൂലി അടക്കാൻ പാടില്ല. അതല്ല എങ്കിൽ നിനക്ക് നല്ല പരിപാടിയാണ്. എന്ത്? ഇത് 2 മണിയാകുമ്പോഴത്തേന് ഏതെങ്കിലും എന്താ പറയുക, ഏതെങ്കിലും സ്ക്വാഡ് ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്ന സ്ക്വാഡ് വരുന്ന സമയമൊക്കെ കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കത്തൂക്കത്തിൽ അറിയാലോ ഏത് ദിവസം സ്ക്വാഡ് വരിക, ഏത് നേരത്തെ സ്ക്വാഡ് വരിക, എല്ലാവർക്കും അറിയാം. അത് ആ പണിയെടുക്കണവർക്കത് അറിയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? ആ പണിയെടുക്കണവർക്കത് അറിയും. ഇപ്പം നിങ്ങൾ തീവണ്ടിയിൽ കയറുമ്പോൾ, നിങ്ങൾ തീവണ്ടിയിൽ കയറുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർഡിനറി ടിക്കറ്റ് കിട്ടിയുള്ളൂ. അത് അവിടെ നിന്ന് കൗണ്ടറിൽ കൊടുക്കുള്ളൂ. പിന്നെ നിങ്ങൾ TT കണ്ടു. അപ്പോൾ TT കണ്ടിട്ട് നിങ്ങൾ പറയും, എനിക്ക് കാസർഗോഡ് സാറേ ഒരു സീറ്റ് ഉണ്ടോ, അതിനുള്ള പൈസ തരാം, അതിൻ്റെ എത്രയാണ് ബില്ലാണോ അത് അടച്ചോ. അപ്പോൾ നിങ്ങൾ കയറി, നിങ്ങൾ S4 22ാം സീറ്റിലിരുന്നു. നമ്മൾ പോയി S4, അല്ലെങ്കിൽ B1 ആ വിൻഡോ സീറ്റിൽ അവിടെ ഇരുന്നു. അൽഹംദുലില്ലാഹ് നമ്മൾ വിൻഡോ സീറ്റിൽ അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് അതിനിടക്ക് ഇങ്ങനെ അങ്ങോട്ടും നടക്കും. ആര്? TT. നമ്മളടുത്തേക്ക് വരില്ല. നമ്മൾ 1-2 എണീറ്റു, സാറേ എൻ്റെ പൈസ ബില്ലടച്ചിട്ടില്ല. നമ്മളിവിടെ ബില്ലടച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തിനെന്നറിയോ? ബില്ലടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം ഉറങ്ങാം. കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെയുള്ള സമയത്ത് നമുക്ക് കടന്നുറങ്ങാം. അയാൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വരെ. പിന്നെ അയാൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ വരുന്നത് കോഴിക്കോട് എത്താൻ നേരത്ത് എലത്തൂര് എത്തുന്ന സമയത്താണ്. എന്ത് വരുന്നത്? എലത്തൂര് സ്റ്റേഷൻ കഴിഞ്ഞു, ഇനി കോഴിക്കോട് എത്താൻ നേരത്താണ് അയാൾ വരിക. എന്ത്? അതിൻ്റെ പൈസ എത്രയെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്ത് അത്രയും കണക്ക് കൂട്ടിയാണ്ട് എന്ത് ചെയ്യും? നിങ്ങളെ ബില്ല് നിങ്ങൾ അടക്കേണ്ടത് 440 റുപ്യ, 560 റുപ്യ. അതെടുത്തു. 560 റുപ്യ 600 കൊടുത്തപ്പോൾ 40 കിട്ടുന്നു, അല്ലെങ്കിൽ തന്നു. ഇനി ബില്ല് എഴുതി തരാൻ നേരല്ല. അപ്പോഴത്തേന് നമ്മൾ എന്തായി? ഇറങ്ങി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എന്ത് അങ്ങനെ കാട്ടിയേ? മനസ്സിലായില്ല. അതിൻ്റെ ഇടയ്ക്ക് സ്കോഡ് വരികയാണെങ്കിലോ, അപ്പോൾ ഞാൻ തിരക്കൊണ്ട് ഇയാളെ ശ്രദ്ധിക്കാതെ പോയതാണ്, അയാൾക്ക് ബില്ല് കൊടുക്കുക. ചിലപ്പോൾ സ്കോഡ് വണ്ടി കയറി ആദ്യം മുമ്പ് നമുക്ക് ബില്ല് കൊടുന്നേരും ചെയ്യും. സാറേ എനിക്കൊന്ന് ഉറങ്ങാനാണ്. നിങ്ങൾ ഉറങ്ങിക്കോളൂ, പ്രശ്നമില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ബില്ല് ഞാൻ പിന്നെ വാങ്ങിക്കോളൂ. എന്തേ പറയേ? ഇതെല്ലാം ഓഫീസിൽ നടക്കുന്നുണ്ട്. നിന്റെ ഓഫീസിൽ നടക്കാതിരിക്കണമെങ്കിൽ നിനക്ക് ഉള്ള സുഖം നഷ്ടപ്പെടുത്തണം. നിന്റെ അമ്മായിമ്മ വിരുന്ന് വന്നിട്ട് നമ്മോശാക്കി അമ്മായിമ്മയും അസ്സലാം അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് വരുന്നത് 9:15 ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോട്ടാണ്. അപ്പോഴാണ് അമ്മായിമ്മ വരുന്നത്, നമ്മോശാക്കി വരുന്നത്. അപ്പോൾ ഈ അപ്പുറത്തേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചു പറയും, എന്ത് മമ്മദേ കേശവ ദാമോദര, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് 1/2 മണിക്കൂർ നേരം കൂട്ടോ, ഒരു പ്രശ്നമല്ല, പോലെ നന്നായിന്നേ പറയുള്ളൂ. ആ നേരത്തുള്ള കൈക്കൂലി വിൽക്കുമെന്ന് മനസ്സിലായി. പടച്ചോൻ്റെ തരി കൊടുക്കുന്നു. ഒരാൾക്ക് ആവശ്യമായ ശമ്പളം ആര് കൊടുക്കുന്നുണ്ട്? പറയേ. സർക്കാർ സർവീസിലുള്ള ആളുകൾക്ക് അവരവരുടെ ആവശ്യത്തിനുള്ള അവരവർക്ക് കഴിയാനുള്ളതും അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ശമ്പളം സർക്കാർ ഇന്നും കൊടുക്കുന്നുണ്ട്. ഇതല്ലേ? അപ്പൊ അയാൾക്കത് മതിയാവും. പിന്നെ അയാൾക്ക് കൈക്കൂലി വാങ്ങണമെങ്കിൽ മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരാൾ കൈക്കൂലി വാങ്ങണ അനധികൃതാണ്. ഇവിടെ നിനക്ക് ഞാൻ പറഞ്ഞത്, നിന്റെ ഓഫീസിൽ നീ കൈക്കൂലി വാങ്ങൂല, വേറെയാൾ കൈക്കൂലി വാങ്ങാതിരിക്കണമെങ്കിൽ പോലും ഈ നേരത്തെ പോകണം. 1/2 മണിക്കൂർ നേരം വൈകിച്ചാലും അവർ കൈക്കൂലി വാങ്ങും. അത് എന്നോട് ചോദ്യം ചെയ്യും. നഷ്ടം ഉണ്ടാവുള്ളൂ. ദീനുണ്ടെങ്കിൽ എന്തുണ്ടാവും? നഷ്ടം ഉണ്ടാവും. എവിടെ നഷ്ടം ഉണ്ടാവും? അതന്നെ എവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഞാൻ അന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഈ ഏരിയകളെല്ലാം നോക്കി പഠിച്ച് വൃത്തിയാക്കി ഒന്ന് ശരിക്ക് റെഫർ ചെയ്യണം, എന്നിട്ട് വന്ന് ക്ലാസ്സിലിരിക്കുന്നു. എന്തുകൊണ്ട്? അത് ഞാൻ എന്തിനും പറയാൻ പാടില്ല, അത് അതിനോട് യോജിച്ച വാക്കുകൾ പറയണം. അപ്പോൾ റെഫർ ചെയ്യണം, അപ്പോൾ ഉറക്കം ഒഴിവാക്കണം. 3/4 മണിക്കൂറിൻ്റെ 5 പീരിയഡാണ് ഇവിടെ ദാറുൽ ഖുർആനിൽ ഒരു അധ്യാപകന്. 3/4 മണിക്കൂറിൻ്റെ 5 പീരിയഡാണ്.
അയാൾ 5 പീരീഡ് എടുക്കേണ്ടുള്ളൂ. 3/4 മണിക്കൂർ. 3/4 മണിക്കൂർ 45 മിനിറ്റ്. 45 മിനിറ്റ് ഇൻറ്റു 45 ഇൻറ്റു 5 എത്ര? 45 ഇൻറ്റു 5 എത്ര? 45. അതിന് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. 45 ഇൻറ്റു 5. 45 ഇൻറ്റു 5 പറ. 45 ഇൻറ്റു 5 225 അല്ലേ? 225 എത്ര മണിക്കൂർ? അതെ, 3.75 മണിക്കൂർ. അത്രയല്ലേ ഉള്ളൂ. 3.75. ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറിൽ ഒരു അധ്യാപകന് ജോലി എടുത്ത് 3.75 മണിക്കൂർ. എന്തിനാ ബാക്കി ടൈം അയാൾ റഫർ ചെയ്യാൻ. പിന്നെ അയാൾക്ക് വിശ്രമിക്കുമ്പോൾ അവ 3.5 മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ 9 മണിക്കൂർ റഫർ ചെയ്യണം. അപ്പോൾ അയാളുടെ ക്ലാസ്സിന് കുട്ടികൾ കുതിച്ചു, അതിൽ വിവരം ഉണ്ടാവും. അതേസമയത്ത് ഒരു മൊബൈലിൽ മാന്തിയാലോ? മനസ്സിലായില്ല? ഉസ്താദ് മൊബൈലിൽ മാന്തിയാണ് എങ്കിൽ 3.5 മണിക്കൂർ ക്ലാസ് എടുക്കും. 3.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്, പക്ഷെ എന്തുണ്ടാവില്ല, അതിൽ വിവരം ഉണ്ടാവില്ല. അപ്പൊ അയാൾക്ക് ദീനനുസരിച്ച് അയാളുടെ ദീനിൽപ്പെട്ടതാണ് എന്ത്? അയാൾക്ക് ആകെയുള്ളത് 5 പീരീഡാണ്. ഒരു അധ്യാപകനുള്ളത് 5 പീരീഡാണ്. 5 പീരീഡ് എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂറിന് 5 പീരീഡിന് 225 മിനിറ്റാ. അപ്പൊ 3.75 മണിക്കൂറാ. ഈ 3.75 മണിക്കൂറിൽ ഇത്രയും അയാൾക്ക് ജോലി കുറച്ചു കൊടുത്തത് എന്തിനാണ്? അയാൾ കുട്ടികൾക്ക് ലെക്ചർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിലെ കണ്ടന്റ്, നല്ല കരുത്ത കണ്ടന്റ് വേണം. ഈ കണ്ടന്റ് ഉണ്ടാവണമെങ്കിൽ 3.75 മണിക്കൂർ ഇയാൾ ലെക്ചർ ചെയ്യുമ്പോൾ അതിൽ നല്ല കരുത്തിട്ട വിജ്ഞാനം കുട്ടിക്ക് കിട്ടണമെങ്കിൽ ഇയാൾ 10 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം? റഫർ ചെയ്യണം. ദീനുള്ളവർ റഫർ ചെയ്യും. അപ്പൊ അവരതിന്റെ ഹക്ക് കിട്ടും, ദീനില്ലാത്തവരും മാന്തും. എൻ്റെ ഉസ്താദേ, ഞങ്ങൾ കൃത്യമായി ക്ലാസ്സിലുണ്ടാവും, ക്ലാസ്സിലൊക്കെ കൃത്യമായി പോയിട്ടുണ്ടാവും, ഉത്തരം ചെയ്തിട്ടുണ്ടാവില്ല, വിഷയം റഫർ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നും കുട്ടികൾക്ക് നിന്ന് കിട്ടാനുണ്ടാവില്ല. എൻ്റെ അങ്ങനെ 24 മണിക്കൂർ ഒരു അധ്യാപകനെ ഒരു സ്ഥാപനത്തിൽ പാർപ്പിച്ചിട്ട് അയാൾക്ക് 3.75 മാത്രം മണിക്കൂർ ജോലി കൊടുത്തത് എന്തുകൊണ്ട്? ഒരു സ്ഥാപനത്തിൽ പാർപ്പിക്കാണ് ഉസ്താദിനെ 24 മണിക്കൂർ. ഇത് ജോലി എത്ര പറയും? എന്താണ് നിങ്ങൾ അന്തപ്പെട്ടിരിക്കണേ? എത്ര? 3.75 മണിക്കൂർ. സർക്കാർ ഒക്കെ അങ്ങനെയാണ്. 24 മണിക്കൂറിൽ ഒരു ലെക്ചർക്ക് ഉള്ളത് 3.75 മണിക്കൂറോ 4 മണിക്കൂറോ അത്രേ ഉള്ളൂ. ബാക്കി 20 മണിക്കൂർ എന്തിനാണ്? അയാൾ വിശ്രമിക്കണം, അയാൾ പഠിക്കണം. അങ്ങനെ അയാൾ പഠിച്ച് ലെക്ചർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നല്ല വിവരം കിട്ടും. സുകുമാർ അഴീക്കോട് പ്രൊഫസറായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾ അവരെ ക്ലാസ് കിട്ടാൻ വേണ്ടി ഓടി വരും. കേരളത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുത്ത ഒരു അധ്യാപകൻപ്പെട്ട ഒരാളാണ് ആര്? സുകുമാർ അഴീക്കോട്. എന്തുകൊണ്ട്? പരന്ന് പഠിക്കും, പരന്ന് പഠിക്കും. അറിവിൻ്റെ അറിവാണ്. അറിവ് എന്ന് പറഞ്ഞാൽ അറിവാണ്. സുകുമാർ അഴീക്കോടൊക്കെ അറിവ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ MK സാനു അവരുടെ ക്ലാസ് കിട്ടാൻ വേണ്ടി കുട്ടികൾ ഓടി വരും. എന്തുകൊണ്ട്? അവർക്ക് എന്തുണ്ട്? അറിവുണ്ട്. അറിവ് എവിടെ നിന്ന് കിട്ടി? വഴിയുണ്ടോ? എവിടെ നിന്ന് കിട്ടി? പരന്ന് അധ്വാനിക്കും, ഉറക്കം കുറക്കും, പഠനം കൂട്ടും. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ അയാളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? നഷ്ടമുണ്ട്. അതേ സമയത്ത് അങ്ങനെയാണല്ലോ, ഒരു അധ്യാപകനിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിൽ കിട്ടാവുന്ന വിവരം ആർക്ക് കിട്ടണം? കുട്ടിക്ക് കിട്ടണം. ഒരു പരിധി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിന്റെ അർത്ഥം പിന്നെ വിവരേ കിട്ടണ്ടുള്ളൂ. മനസ്സിലായില്ല? അതായത് ഇപ്പം ഒരു എന്താ പറയുക, ഒരു +1 +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ക്ലാസ്സിലേക്ക് കയറിയാൽ അതിലുള്ള എല്ലാ വേർഡ്സ്, സെൻറ്റൻസ്, പാരഗ്രാഫിൻ്റെയും അർത്ഥം ടോട്ടലും എല്ലാം ആർക്കറിയും? സ്വന്തമായി അതിനെ കുട്ടിയെ കിട്ടും. പിന്നെ എന്തിനാണ് ഇവിടെ ലെക്ചർ ഏർപ്പെടുത്തുന്നത്? ഇതിൻ്റെയും അപ്പുറത്ത് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിൽ ഇതിൽ എന്തുണ്ട്?
അറിവുകളുണ്ട്. ഈ അറിവ് ഇങ്ങനെ കുട്ടിയെ കൊടുക്കണം. ഇതിൽ കേവലം ഈ പാരഗ്രാഫിന്റെ ഭാഷാപരമായ അർത്ഥം മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കും ചില അധ്യാപകന്മാർ. എന്തുകൊണ്ട്? അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല കുട്ടി. അപ്പൊ അത് അയാൾ ഉത്തരവാദിത്തത്തെ അയാൾ മറന്നു. ഉത്തരവാദിത്തത്തെ അയാൾ നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? പറടോ നഷ്ടണ്ട്. അയാൾക്ക് ഭാര്യനെയും കൂട്ടി ബീച്ച് പോകാൻ പറ്റൂല. അയാൾ കോളേജ് വിട്ട് വന്നു. 3:30 മണി 4 മണിക്ക് അയാൾ കോളേജ് വിട്ട് അയാളെ കോട്ടേഴ്സിലെത്തി. ഭാര്യ പറഞ്ഞു നമുക്ക് ബീച്ച് പോവാം. അപ്പുറത്തെ കൃഷ്ണേട്ടനും ഭാര്യയും കൂടി ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ബീച്ചിൽ പോയി. ഓനെന്താ പണി? തെങ്ങുമ്പോൾ കയറാം. തെങ്ങുമ്പോൾ കയറാൻ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കൃഷ്ണേട്ടനും ഭാര്യ സുധച്ചേച്ചിയും എന്തായി? അവർ ഇന്നലെയും ബീച്ചിൽ പോയി, മിഞ്ഞാന്നും ബീച്ചിൽ പോയി. അവൾ ബീച്ചിൽ നിന്നെ വിളിച്ചിരുന്നു, സുധച്ചേച്ചി വിളിച്ചിരുന്നു. എന്ത്? ഞങ്ങൾ ബീച്ചിലാ. നിങ്ങളെ ഭർത്താവിന് 1 ലക്ഷം 1.25 ലക്ഷമൊക്കെ ശമ്പളം ഉണ്ടായിട്ട് നിങ്ങളെ ബീച്ച് കണ്ടില്ലല്ലോ എന്നതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു? ബീച്ച് വരാം, ശനിയാഴ്ച ആകണം. എന്തുകൊണ്ട്? ഞായറാഴ്ച സ്കൂളില്ല. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പഠനത്തിൻ്റെ അത്യാവശ്യമില്ല. ഞായറാഴ്ച വരൂല. എന്തുകൊണ്ട്? തിങ്കളാഴ്ച പഠിക്കണം. ഇയാൾ ആകെ കുട്ടികളെയും കൊണ്ട് കല്യാണത്തിന് തലേന്ന് ഒന്ന് പോയി പോരും, അത്യാവശ്യമാണ് എങ്കിൽ ഇയാളൊന്ന് പോയി പോരും. അപ്പുറത്തെ സുധയുടെ ഭർത്താവും വരും ഒക്കെ പോകുന്നുണ്ട്, ഇയാൾ പോവില്ല. എന്തുകൊണ്ട്? ഇയാളിൽ എന്തുണ്ട്? ധർമ്മബോധമുണ്ട്. എന്റെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം കിട്ടണം. ഇയാൾ ലൈൻസ് മാത്രല്ല, ഇയാൾ ലൈൻസ് അല്ല പഠിപ്പിക്കുക, ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. കുൽദീപ് നെയ്യാറുടെ ഒരു കോളം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇന്ത്യൻ എക്സ്പ്രസിലോ മറ്റൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കുൽദീപ് നെയ്യാർ കേട്ടിട്ടില്ലേ? പ്രഗത്ഭ പത്രപ്രവർത്തകനായ കുൽദീപ് നെയ്യാറിന്റെ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു പണ്ട്. കേട്ടിട്ടില്ലേ? കുൽദീപ് നെയ്യാറ് പത്രപ്രവർത്തകന്. അത് വായിക്കാൻ വേണ്ടി ആളുകൾ ഇരിക്കും. ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരികൾക്കിടയിൽ സംസാരിക്കുക. അത് അറിയുക. ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂസാണ്. ബിറ്റ്വീൻ ലൈൻസ് എപ്പോഴും എന്തായിരിക്കും? നല്ല വിവരങ്ങളായിരിക്കും. ലൈൻസ് എപ്പോഴും ഇഷ്യൂസ് ആയിരിക്കും. മനസ്സിലായ? പത്രങ്ങളൊക്കെ ലൈൻസാണ്, അത് ഇഷ്യൂസാണ്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അർജുനെ കിട്ടിയില്ല, അത് ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് അർജുനൻ എന്നൊരു സാധുവായ ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു? എന്താണ് നമ്മുടെ തീരദേശ പാതകൾക്ക് ഉള്ള അപൂർണത? ഇത് പഠിക്കലാണ് ബിറ്റ്വീൻ ദ ലൈൻസ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അപ്പൊ അർജുനൻ എന്നൊരാളെ കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലല്ലോ. അപ്പൊ സാധുവായ ഒരു ഡ്രൈവർ, അവരൊക്കെ ചെയ്ത സേവനം വളരെ വലുതാണ്. എന്തുകൊണ്ട്? രാജ്യത്തിൻ്റെ ഉള്ള ഒരു ചരക്ക് മറ്റൊരു ഭാഗത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം എന്തല്ല, ഒരു വയറ്റിപ്പഴപ്പ് മാത്രം ചെയ്യല്ല, ഒരു സേവനാണ്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ കൃത്യമായി നടന്നു പോണത്. ഈ ലോറി ഡ്രൈവർമാരൊന്നും കോളേജ് പ്രൊഫസർമാരല്ലെങ്കിൽ പോലും ഒരു നിലക്ക് കോളേജ് പ്രൊഫസർമാരെക്കാൾ വലിയ സേവനം അവർ ചെയ്യുന്നത് അല്ലേ? പറയക്കുട്ടി, ഒരു രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള സാധനങ്ങൾ ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാതെ വണ്ടി ഓടിക്കുക. സമയത്തിനെത്തിയില്ലെങ്കിൽ ആ നാട്ടുകാർ പട്ടിണിയിലാവും. നമ്മൾ ഉറങ്ങുമ്പോൾ അവർ വണ്ടി ഓടിക്കും, ആണോ അല്ലേ? അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അതേസമയത്ത് നമ്മൾ ഈ വലിയ വണ്ടികൾ പോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തും. ഇവർക്കൊക്കെ രാത്രി പോയ പോരെ, മനുഷ്യന്മാരെയൊക്കെ കരിയും ധൃതി പിടിക്കുമ്പോൾ ഈ വലിയ വണ്ടി പോയിട്ടാണടാ നിന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കണത് അല്ലേ? അവരൊക്കെ ചെയ്യുന്ന സേവനം എത്ര വലുതാണ്. അപ്പൊ അത്ര ആളുകൾപ്പെട്ട ഒരാളാണ് നമ്മുടെ അർജുൻ. അയാൾ അപകടത്തിൽപ്പെട്ടു. അപ്പൊ അപകടത്തിൽപ്പെട്ടു എന്നതൊരു ഇഷ്യൂ ആണ്. അതേസമയത്ത് എന്തുകൊണ്ട് അപകടത്തിൽപ്പെടുന്നു, ഇനി ഇത് ആവർത്തിച്ചുകൂടാ, ഇതാണ് ബിറ്റ്വീൻ ദ ലൈൻസ്. അത് പഠിച്ചു പറയണം. മറ്റേ ഇഷ്യൂ ആണ്. മറ്റേങ്ങൾക്കൊക്കെ പറയാം അർജുനെ കിട്ടിയോ കിട്ടിയില്ല. ഓ, ഇത് പത്രം വായിച്ച ഏത് മമ്മദിനും പോക്കറിനും കോമനും പിന്നെ ദാമോദരനും ഒക്കെ പീടിയെന്ന് പറഞ്ഞ് പീടിയും വലിച്ച് ചായ കുടിച്ച് പണിക്കോയാൽ മതി. അതേ സമയത്ത് ബിറ്റ്വീൻ ദ ലൈൻസ് പറയണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടോ എന്താണ് അങ്ങനെ സംഭവിച്ചത് വകുപ്പ് മന്ത്രി എന്താ പറയാ, അതേക്കുറിച്ച് പഠനം നടത്തട്ടെ എന്നിട്ട് പറയാം. അതേസമയത്ത് അർജുനെ കിട്ടിയിട്ടില്ല എന്ന് പറയാം, ഏത് ഇഷ്യൂ ആണ്? പത്രവാർത്തയാണ്. ഇത് മന്ത്രിക്ക് പറയാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് അർജുനെ കിട്ടിയില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണം, ഇത് പറയണമെങ്കിൽ ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ
ഇത് സംബന്ധമായ വലിയ പഠനം നടത്തേണ്ടതുണ്ട്. ആ പഠനം അത് ഇഷ്യൂ അല്ല, ഒരു ഇഷ്യൂവിന്റെ മേലാണ് ഒരു പഠനം ഉണ്ടായത്. പഠനം എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ആൻഡ് ലൈൻസാണ് എവിടെ ഉള്ളത്, പത്രത്തിലുള്ളത്. പക്ഷെ ബിറ്റ്വീൻ ദ ലൈൻസോ അത് പഠനമാണ്. അതിന് ഒരു കൂട്ടര് ഉറക്കൊഴിവാക്കി പഠിക്കണം. ചിലപ്പോൾ ഇന്ത്യയിലെ മൊത്തം തീരദേശ ഹൈവേകൾ അവർ പലതവണ ചുറ്റേണ്ടി വരും. പല മലമടക്കുകൾ കയറും ഇറങ്ങും എല്ലാം. അതിൻ്റെ ജോഗ്രഫിക്കൽ ഹിസ്റ്റോറിക്കൽ മുഴുവനും അതിൻ്റെ അവസ്ഥകളെ അവർ തുലനം ചെയ്ത് വലിയ വലിയ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ശേഷമേ ഈ ഇഷ്യൂവിൻ്റെ ശേഷമുള്ള ബിറ്റ്വീൻ ദ ലൈൻസ് പുറത്തു വരുള്ളൂ. ഇനി പഠനം ആവശ്യമാണ്, നഷ്ടം ഉണ്ടാവും. ഏതും അങ്ങനെയാണ്. ഏതൊരു നന്മക്ക് പിന്നിലും പഠന അധ്വാനങ്ങളുണ്ടാവും. ഏതൊരു സത്യത്തിനും നഷ്ടം ഉണ്ടാവും, ഏതൊരു കളവിനും ലാഭം ഉണ്ടാവും. അത് തന്നെ